നമ്മൾ റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. റീസ്റ്റോറേഷൻ വീഡിയോ എല്ലാം ഉദ്ദേശിക്കുന്നത് വേറൊരു ക്ലച്ചിന്റെ ഒരു കാര്യം പറയാനാണ്. സി എഞ്ചിനാണ് 86 മോഡലാണ്. ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ടുള്ളതാണ്. ഡിസ്ക് ചെയ്യുന്നുണ്ട്. ഡിസ്ക് ചെയ്ത് ബോട്ടം ട്യൂബ് മാറ്റാതെ അതിനോട് ക്ലാമ്പ് ചെയ്യാണ്. സാരി ഗാർഡ് കം മഡ് ഗാർഡ് സ്റ്റേ കസ്റ്റം മെയ്ഡ് ആണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ക്ലച്ച് ഡിസ്കിന്റെ കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ആളുകളെ ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ 4 ഡിസ്ക് വരുന്നുണ്ട്, 3 ഡിസ്ക് വരുന്നുണ്ട്. ഇപ്പോൾ 4 ഡിസ്ക് ക്ലച്ച് കൂടുതലായി ലേറ്റസ്റ്റ് മോഡലാണ് 4 ഡിസ്ക് ക്ലച്ച് അസംബ്ലി വരിക. എൻട്രൻസിന്റെ അസംബ്ലി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ 2 ക്ലച്ച് പ്ലേറ്റിന്റെയും ഈ 2 അസംബ്ലിന് എന്താണ് ഡിഫറെന്റ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് അറിയാതിരിക്കും, ആളുകൾക്ക് അറിയാതിരിക്കാം, എന്നാലും ഞാൻ അറിയാത്തവർക്ക് ഷെയർ ചെയ്യാണ്. ഇതിന്റെ മുകളിൽ ഇപ്പം ഓൾറെഡി ഉള്ളത് 3 ഡിസ്ക് ക്ലച്ച് പ്ലേറ്റ് ആണ്. നോക്കുക, 3 സ്റ്റീൽ പ്ലേറ്റ് വരും, 3 ഫ്രിക്ഷൻ പ്ലേറ്റും വരും. ഇതാണ് ക്ലച്ച് പ്ലേറ്റ് വരുന്നത്. അപ്പൊ മറ്റേലാണെങ്കിൽ ഇത് 4 എണ്ണം വരും കേട്ടോ. 4 പ്ലേറ്റ് വരും. അപ്പൊ നമ്മള് ഇത് എങ്ങനത്തെ കണ്ടീഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഒരു വണ്ടി യൂസ് സി എഞ്ചിൻ വണ്ടി സാധാരണ ഇപ്പം ലോങ് റൈഡിനൊന്നും വല്ലാതെ യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെറിയ ലോക്കൽ ഓടത്തിനായും കൂടുതലായിട്ടും സി എഞ്ചിൻ വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ സി എഞ്ചിൻ വണ്ടി നിങ്ങള് ലോക്കൽ ഓടത്തിന്, അതായത് നമ്മള് ജസ്റ്റ് അങ്ങാടിയിലൊക്കെ ഒന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ കിലോമീറ്റർ ഒക്കെ ഇറങ്ങി വരാനാണെങ്കിൽ ടോർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 3 ഡിസ്ക് ക്ലച്ച് പ്ലേറ്റ് മാത്രമേ സക്സസ് ആവുള്ളൂ. അപ്പൊ ശരിയായ രീതിയിൽ അതിന്റെ ടോർക്ക് കിട്ടും, ലോന്റെ ടോർക്ക് കിട്ടുമെന്ന് മാത്രമല്ല, അതിന്റെ എക്സോസ്റ്റ് നോട്ടിനും നല്ല ഒരു ഡിഫറെന്റ് ഒരു 3 ഡിസ്കിന് കിട്ടും കേട്ടോ. നേരെ മറിച്ച് നമ്മൾ 4 ഡിസ്കിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഹൈവേ റൈഡിങ്ങിന് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ അതേമാതിരി ഒരു ഹീറ്റിംഗ് എഫിഷ്യൻസി, അതായത് ഹീറ്റ് റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ് 4 ഡിസ്ക്. കാരണം ഈ 4 ഡിസ്ക് എടുക്കുന്ന 3 ഡിസ്ക് എടുക്കുന്ന ജോലി 4 ഡിസ്ക് എടുക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വർക്കിംഗ് ലോഡ് കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അതിന്റെ ഹീറ്റ് റെസിസ്റ്റൻസ് കുറയും, അല്ല പിന്നെ കൂടും. അപ്പൊ അതുകൊണ്ട് 4 ഡിസ്ക് ആക്കുന്ന ആൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഹൈവേ റൈഡിങ്ങിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 4 ഡിസ്കിലേക്ക് മാറുക. അതല്ല ചെറിയ ചെറിയ ഓട്ടത്തിനാണ് ഉദ്ദേശിക്കുന്നത് 3 ഡിസ്കിലേക്ക് മാറുക. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. നിങ്ങൾ സാധാരണ പഴയ വണ്ടികൾ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് 4 ഡിസ്കിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിന്റെ ആ ഒരു ടോർക്ക് കുറഞ്ഞായിട്ടും അറിയാൻ പറ്റും. ചെറിയ പെർഫോമൻസ് കൂടുമെങ്കിലും ടോർക്ക് കുറഞ്ഞായിട്ട് ആ ലോ സ്പീഡിൽ പോകണം കുറച്ചൊരു മടി കാണിക്കുന്നതായി തോന്നും. പിന്നെ മനസ്സിലാവും അത് മാറ്റിയതിന് ശേഷം. അത് നേരെ മറിച്ച് 3 ഡിസ്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആ ബുള്ളറ്റിന്റെ ആ ഒരു കറക്റ്റ് പയമുള്ള ബുള്ളറ്റിന്റെ ടോർക്കും കിട്ടുകയും ചെയ്യും. അതാണ് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അത് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ലോ ആൻഡ് ടോർക്ക് കിട്ടുന്നില്ല, ശരിയായത് സ്ലോ സ്പീഡിൽ ഓടുന്നില്ല എങ്കിൽ നിങ്ങളെ ക്ലച്ച് മാറ്റുന്ന സമയത്ത് 3 ആണോ 4 ആണോ നോക്കുക. അത് 3ലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിഫറൻറ്റ് ശരിക്കും മനസ്സിലാവുന്നതാണ്. ഇതാണ് ഈ വീഡിയോ ഉദ്ദേശിച്ച്. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.